ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കാനുള്ള നീക്കങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് അവരുടെ യോഗങ്ങൾ ഉണ്ട്. അതിനിടയ്ക്ക് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ചില പ്രതിസന്ധികളുണ്ട്. പിണറായി വിജയനോട് തനിക്ക് ഒരു വിരോധവുമില്ല. കോൺഗ്രസിന്റെ കേരള ഘടകത്തിലെ ചില ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് താൻ അത്തരത്തിൽ പിണറായി വിജയന് എതിരെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രസ്താവന നടത്തിയത് എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. അതായത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള മഞ്ഞുരുകുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. മമതാ ബാനർജി എത്തി സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു. ഒരുപാട് നേതാക്കൾ പങ്കെടുക്കുന്നു. 20ഓളം വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യ മുന്നണി പരിപോഷിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഒത്തുചേർന്നു എന്നുള്ളതാണ്. അതിനിടയ്ക്ക് DMK-യും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നമുണ്ട്. TMC-യിലെ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഇത്രയും പാർട്ടികളെ ഒരുമിച്ച് യോജിപ്പിച്ച് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആ നീക്കം വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എല്ലാ നേതാക്കളും പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ ഇതിലെ എല്ലാ നേതാക്കൾക്കും, രാഹുൽ ഗാന്ധിക്കും, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിക്കും, അഖിലേഷ് യാദവിനും എല്ലാവർക്കും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഉയർന്ന പ്രധാനമന്ത്രി തന്നെ ആകണം എന്നുള്ള ഒരു നിലപാടാണ്. DMK-ക്ക് സ്റ്റാലിൻ ആകണം എന്നുണ്ട്. അതുപോലെ തന്നെ ജനതാദൾ അവർക്കും ആകണം എന്നുണ്ട്. ജനതാദൾ S അവർക്കാകണമെന്നുണ്ട്. ദേവഗൗഡയ്ക്ക് അയാൾ കൊള്ളാമെന്നുണ്ട്, വയസ്സ് എത്രയായെങ്കിലും. എന്തൊക്കെയായാലും ഇതൊരു വലിയ ഒരു ചർച്ചയാണ് നടക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ചർച്ച. BJP-ക്കെതിരെ, വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇപ്പോൾ ബംഗാളിൽ കൂടി അട്ടിപ്പതറി വീണപ്പോഴാണ് മമതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായത്. മമത നേരത്തെ ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ട് പോവുകയും ഇറങ്ങിപ്പോവുകയും സോണിയാഗാന്ധി അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്, കോൺഗ്രസിനെ അടക്കം. എന്നിട്ടിപ്പോൾ അവനവൻ്റെ നില പൊട്ടി തകർന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വേറെങ്ങും നിക്കക്കള്ളിയില്ല. ബംഗാളിൽ നിക്കക്കള്ളിയില്ല, ഡൽഹിയിലും നിക്കക്കള്ളിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്നാൽ കോൺഗ്രസുമായി ചേർന്ന് എന്തെങ്കിലും പണി നടത്താം എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ മുൻ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിക്കാൻ, ഈ തെരഞ്ഞെടുപ്പിൽ അധീർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിക്കാനായിട്ട് യൂസഫ് പത്താനെ ഗുജറാത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് നിർത്തി അവിടെ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് ചൗധരിയെ തോൽപ്പിച്ച വ്യക്തിയാണ് മമതാ ബാനർജി. സോണിയാഗാന്ധിക്ക് അത് അറിയാമോ എന്നറിയില്ല. ഈ കെട്ടിപ്പിടിക്കുമ്പം ഓർക്കുക, നിങ്ങളുടെ പാർട്ടിയെയും നിങ്ങളെയും നിങ്ങളുടെ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നേതാവാണ് മമതാ ബാനർജി. അവർ സമയം കിട്ടിയാൽ അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ ഇനിയും ഒതുക്കും. ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ഒരു വിശദീകരണത്തിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഒന്നുമില്ല, ഹൈന്ദവ വിഭാഗങ്ങൾ, ഏറ്റവും താഴേക്കിടയിലുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ മുതൽ അവിടെ പൂജ കർമ്മങ്ങൾ ചെയ്യുന്ന വലിയ ബ്രാഹ്മണ കുടുംബങ്ങൾ വരെ ഹിന്ദുക്കൾ ഒന്നായി നിന്നു. കാരണം മമതാ ബാനർജി എപ്പോഴും ഒരു മുസ്ലിം പ്രീണന നയം, രാജ്യവിരുദ്ധത, തീവ്രവാദം, ബംഗ്ലാദേശി അനുകൂല നിലപാടുകളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഇവരുടേത് ഒരു അക്രമാസക്തമായ ഭരണമായിരുന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദുക്കൾ ഒപ്പം നിന്നു. അത് അവിടെ ഒരു ബ്രാൻഡായി മാറി. അതിനെ അത് ബ്രാൻഡായിരിക്കുള്ളൂ. അവിടെ ബ്രാൻഡാക്കി വെച്ചു. BJP-ക്ക്, അമിത്ഷായ്ക്ക് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. ഇപ്പോൾ ഈ തൃണമൂൽ അതിനുള്ളിൽ നടക്കുന്നതും ഇത് തന്നെയാണ്. ഒരുതരം ഏകീകരണമാണ്. 20ഓളം MP-മാർ ഇപ്പോൾ NDA-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയി കഴിഞ്ഞു ഈ TMC. അതുപോലെ ഇപ്പം സമാജ്വാദി പാർട്ടി ആയാലും അതുപോലെ കോൺഗ്രസ് ആയാലും DMK ആയാലും ഒക്കെ തന്നെ എല്ലാവരും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള എതിർപ്പും വലിയ തോതിലുള്ള തിരിച്ചടികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഒന്നിച്ചു നിന്നാൽ വേണമെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ഒപ്പം കൂട്ടാമെന്ന്. ഒരിക്കലും ഇത് സാധിക്കാൻ പോകുന്നില്ല എന്നതാണ് വ്യക്തം. ഇവർ ഇത്രയും ആശയങ്ങളും എന്തൊക്കെ വന്നാലും BJP-ക്കെതിരെ ഒരുമിച്ച് നിന്ന് BJP-യെ തോൽപ്പിച്ച് മോദിയെ താഴെയിറക്കാൻ ഈ ഇന്ത്യ മുന്നണി ഇനിയും ഒരു 100 പാർട്ടികളെ കൂടി കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ വലിയ പ്രഗത്ഭരായ ആളുകളെ കൂടി കൊണ്ടുവന്ന് ഒരുമിച്ച് നിർത്തിയാലും അത് നടക്കില്ല എന്നത് ഒരു സത്യമാണ്, ഒരു രാഷ്ട്രീയ സത്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒന്നാമത്തെ കാര്യം, BJP അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു. BJP പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞു. ജനകീയത BJP-ക്ക് അതിശക്തമായ ഒരു അടിത്തറ നൽകിയിട്ടുണ്ട്. മാത്രമല്ല RSSന്റെ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണമായ പിന്തുണയുണ്ട്. 20 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നു. പലയിടത്തും അതിശക്തമായ നിലവാരത്തിൽ നിൽക്കുന്നു. ഇപ്പം അണ്ണാമലൈ പോയി അല്ലെങ്കിൽ ആരെങ്കിലും BJP നിന്ന് രാജിവെച്ച് പോയി എന്ന് പറഞ്ഞ് BJP-യുടെ ശക്തി ക്ഷയിക്കുകയൊന്നുമില്ല. തമിഴ്നാട്ടിൽ ക്ഷയിക്കുമായിരിക്കും, പക്ഷേ പൊതുവിൽ BJP കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ ഇന്ത്യ മുന്നണിയും തള്ളിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചി മാന്തി എന്ന് പറയുന്നവർ ഒരുമിച്ച് ഡൽഹിയിലല്ല, ഇനിയിപ്പോൾ ഏത് നാട്ടിൽ, ന്യൂയോർക്കിൽ പോയി കൂടിയാലും ഈ ഇന്ത്യ മുന്നണി എന്നുള്ളതിൻ്റെ പുനരുജ്ജീവനം സാധ്യമാകില്ല. സാധ്യമായാൽ തന്നെ അത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ പൊളിഞ്ഞ് പാളീസായിക്കൊള്ളും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം.